നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. 1200 മീനമാസം 18-ാം തീയതി, അതായത് 2025 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ, ചൊവ്വാഴ്ച മുതൽ ഏപ്രിൽ 7-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 7 വരെയുള്ള ദിനങ്ങൾക്കിടയിലുള്ള പ്രത്യേകതകൾ എന്തെന്നുകൂടി നമുക്ക് ചിന്തിക്കണം. ഏതായാലും 29-ാം തീയതി ശനി മീനം രാശിയിലേക്ക് എത്തിച്ചേർന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ വാരം വരുന്നത് ഏപ്രിൽ 3-ാം തീയതി ചൊവ്വ കർക്കിടകത്തിലേക്ക്, നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് കുംഭൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു കുംഭൻ രാശി. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ഒരു ഊർധ്വമുഖ രാശിയാണ്. കുംഭൻ രാശിക്കാർക്ക് അതികഷ്ടപ്പെട്ട 7.5 ശനിയുടെ ജന്മശനി എന്ന കടമ്പ കഴിഞ്ഞു. ഇന്ന് ശനി 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. രാശി ഊർധ്വമുഖ രാശിയാണ്. സൂര്യൻ 2-ലാണ്. ഊർധ്വാസത്തെ തനുകയും പ്രസൂതിക്കുകയും. ഊർധ്വമുഖ രാശി ആരൂഢമാകുമ്പോൾ പുതിയ പദ്ധതി ആരംഭം തുടക്കമുണ്ടാക്കും. ഗതകാര്യാരംഭിണ പൃച്ഛതാം ഔന്നത്യം, യാത്ര, പോക്ക് വരവ് ഒക്കെ ചിന്തിക്കുന്നവർക്ക് ഉയർച്ചയുണ്ടാകും. മഹദർത്ഥ പൗരുഷ സ്ഥാനം, അല്ലേ, പൗരുഷമാണ്, പുരുഷസ്യ കർമ്മ. പല കാര്യങ്ങളും താൻ ഡിറ്റർമിനേഷനോടുകൂടി ഞാനിത് ചെയ്തിരിക്കും എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി നീങ്ങുക. ജോലി നഷ്ടപ്പെടും, പക്ഷെ മറ്റൊരു ജോലി ലഭിക്കും. കാരണം ഇവിടെ കർമ്മപതി കുംഭൻ രാശിക്കാർക്ക് അവരുടെ തൊഴിലിനെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ചൊവ്വ ഇതാ നീചസ്ഥനായി 6-ൽ നിൽക്കുന്നു. പക്ഷെ ആ ചൊവ്വ നീചസ്ഥനാണെങ്കിലും പലപ്പോഴും കർക്കിടകത്തിൽ ചൊവ്വ രാജയോഗം പ്രദാനം ചെയ്യും. അതിനാൽ നിങ്ങളുടെ എല്ലാ കഴിവുകളും എന്ത് ചെയ്യണം? ഇവിടെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. ഊർധ്വമുഖ രാശിയാണ്. ധാരാളം ലാഭം പ്രതീക്ഷിച്ച് വിഷയത്തിലേക്ക് ഇറങ്ങരുത്. ഭൂരിദ്രവ്യോ നഭഹൃദധനി ഭക്തരോഗി ദിതി എന്നാണ് ആചാര്യൻ ഫലം പറഞ്ഞിരിക്കുന്നത്. ഹോരാചാര്യ 2-ൽ സൂര്യൻ നിൽക്കുമ്പോൾ ഭൂരിദ്രവ്യ, ധാരാളം കാശ് കിട്ടും. നൃപഹൃദധനി, രാജാവ് തൻ്റെ കാശ് കൊണ്ടുപോകുമെന്നാണ്. അതിനാൽ ഗവൺമെൻറ്റിൻ്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒന്നിനേക്കും ഏതായാലും ഇറങ്ങാൻ പാടില്ല. കുടുംബത്തിൽ ഭാര്യ കാരണം സമാധാനം കുറയും. ഇവിടെ 7-ാം ഭാവം ദാമ്പത്യം ചിന്തിക്കേണ്ടുന്ന സൂര്യനാണ് 2-ൽ നിൽക്കുന്നത്. കുടുംബേ കലിർ ജായദേവി, ഭാര്യ കാരണം കുടുംബത്തിൽ കലിയുണ്ടാകും. കൂട്ടുകുടുംബമാണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. നിസാര കാരണത്തിന് വീട് വിട്ടിറങ്ങാനും അല്ലെ വഴക്കുണ്ടാക്കാനും ഒന്നിനും പോകാൻ പാടില്ല കുംഭൻ രാശിക്കാർ. തന്ത്രജ്ഞരാണ് കുംഭൻ രാശിക്കാർ. അവർ പ്രതീക്ഷാ നിർഭരരാണ്, അല്ലേ. കൊടുവുമെടുത്ത് നദീതീരത്തിലേക്ക് ജലമെടുക്കാൻ പോവുകയാണ്. ഒന്നുമില്ല, ഒഴിഞ്ഞ കുടമാണ്. പക്ഷെ പ്രതീക്ഷയാണ് കുംഭൻ രാശിക്കാരെ ഭരിക്കുന്നത്. എന്നോട് പലപ്പോഴും പല ശ്രോതാക്കളും വ്യൂവേഴ്സും എന്നോട് ചോദിക്കാറുണ്ട്, വിളിച്ച് പറയാറുണ്ട്, സാറേ പലരും കുംഭൻ രാശിക്കാർക്ക് വളരെ മോശം പറയുമ്പോഴും സാറാണ് പലപ്പോഴും ഞങ്ങൾക്കൊരു ധൈര്യം തരുന്നത്, ആവേശം തരുന്നതെന്ന്. എന്നാൽ കുംഭരക്തം ശുഭമാ സത്യ മുതലായ ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് കുംഭം ശുഭമല്ല, പക്ഷെ കുംഭം ശുഭം തന്നെയാണ്. പ്രതീക്ഷയാണ് അവർക്ക്. അതിൽ ഓരോ നക്ഷത്രങ്ങൾ നിങ്ങൾ നോക്കൂ. അവിട്ടം ചൊവ്വയാണ്, ധൈര്യമാണ്, സാഹസികത, ധീരത, കൃഷി, സ്പോർട്സ്, ഇതൊക്കെ ചൊവ്വയുടെ ധർമ്മമാണ്. ചതയം ശതഭിഷക്കാണ്, 100 നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് ചതയം. അവർക്കിതാ മുമ്പോട്ട് പോവുകയാണ്. 7.5 ശനിയുടെ കാഠിന്യം കഴിഞ്ഞു. ഇന്നും ദുബായിൽ എൻ്റെ ക്ലയൻറ്റ് ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, സാറേ എനിക്ക് ചതയം നക്ഷത്രം എപ്രകാരം ഗുണമായിരിക്കും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നെൻ്റെ വീഡിയോ നിങ്ങൾ കാണണം, നാളെ കണ്ടിട്ട് നിങ്ങൾ പറയൂ, ഒരു ദോഷവും വരില്ല. 100 നക്ഷത്രങ്ങളെ കൂട്ടമാണ് ചതയം. സഖാവ് VK നായനാർ, ശ്രീനാരായണ ഗുരു, ഇവരൊക്കെ ചതയം നക്ഷത്രക്കാരല്ലേ. എന്തൊരു ആത്മപ്രഭാവമായിരുന്നു അവർക്കൊക്കെ. പിന്നീട് പുരൂരുട്ടാതി, ആ പുരൂരുട്ടാതി വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ്. അവർക്കും ധാരാളം പ്രകാശങ്ങൾ, ധാരാളം വ്യക്തിത്വങ്ങൾ കുംഭത്തിലെ പുരൂരുട്ടാതി നക്ഷത്രത്തിന് കൂടുതലായി കാണും. കാരണം പുരുഷരാശിയാണ് കുംഭൻ രാശി. അവസാനത്തെ ഭാഗം മീനമാണ്. അത് ഫെമിനൈൻ സൈനാണ്, സ്ത്രീരാശിയാണ്.
പലപ്പോഴും മീനത്തിലെ പുരൂരുട്ടാതിയേക്കാളും നല്ലത് കുംഭത്തിലെ പുരൂരുട്ടാതിയാണെന്ന് അനുഭവത്തിൽ കാണുന്നുണ്ട്. പലരും വളരെയധികം പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു ആ 7.5 ശനിക്കാലത്തിലെ ജന്മശനിയായിരുന്നു. കുംഭൻ രാശിക്കാർ ഭയപ്പെടരുത്. ഊർദ്ധമുഖ രാശി വന്നു. 4-ൽ വ്യാഴം, ഇത് 5-ലേക്ക് പോവുകയാണ്. മെയ് 15. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, 3-ൽ ചന്ദ്രനാണ്. വിക്രമം കൊണ്ട് കാര്യം നേടുമെന്നാണ്. നിങ്ങൾ കരുത്ത് തെളിയിക്കൂ. ഉദ്യമേലഹി സിദ്ധന്തി കാര്യാണി ന മനോരഥൈഹി. ആഗ്രഹങ്ങൾ കൊണ്ട് കാര്യമില്ല, ഉത്സാഹിക്കണം. അത് കുംഭൻ രാശിക്കാർ പ്രതീക്ഷാലുക്കളാണ്. അതിനാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കുംഭൻ രാശിക്കാർ നല്ലൊരു ജോലിയെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊള്ളൂ. വളരെ അനുകൂലമായി വരട്ടെ, എല്ലാം നന്നായി വരും. എല്ലാ പ്രിയപ്പെട്ട കുംഭൻ രാശിക്കാർക്കും നല്ല ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. പുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇന്ന് മീനൻ രാശിക്കാർക്ക് എല്ലാ ഗ്രഹങ്ങളും ലഗ്നത്തിലാണ്. നിങ്ങൾ നോക്കണം, സൂര്യൻ, ബുധൻ, ശുക്രൻ, ശനി, രാഹു ഗ്രഹങ്ങളെ കൊണ്ട് വീർപ്പ് മുടി നിൽക്കുകയാണ്. ആരെ? മീനൻ രാശിക്കാർ. 2-ൽ ചന്ദ്രൻ, 3-ൽ വ്യാഴം, 5-ൽ ചൊവ്വ, 7-ാം ഭാവത്തിലേക്ക് കേതു. പലപ്പോഴും യാത്രാ തടസ്സം നേരിടാം. അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ ചെയ്യുക. സന്താന വിഷയത്തിലേക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. 5-ൽ ചൊവ്വയാണ്. അതിനാൽ സന്താനങ്ങളുടെ ശ്രേയസ്സിനായിക്കൊണ്ട് 12 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ മീനൻ രാശിക്കാർ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി കർഹോമം ചെയ്യണം. 12 വയസ്സിന് മുകളിലാണെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ ചെയ്യുക. ഉദരസംബന്ധമായ രോഗത്താൽ ബുദ്ധിമുട്ടും. ശൂലവ്യഥ എന്നാണ് പറഞ്ഞത്. പഴയകാലത്തെ ഏറ്റവും വലിയ രോഗമാണ് ശൂലം വയറാണ്. പക്ഷെ 2-ലെ ചന്ദ്രൻ മറ്റൊരു വിഷയം ശ്രദ്ധിക്കണം. ഭാര്യയോടുള്ള താല്പര്യം കുറയുക. എന്നിട്ട് ചില അന്യ സ്ത്രീകളൊക്കെ തൻ്റെ പിറകെ വരും. കാരണം എന്താണ്? മീനൻ രാശിക്കാർക്ക് 2-ലാണ് ചന്ദ്രൻ. 2 ചന്ദ്രൻ വരുമ്പോൾ ചില പ്രത്യേക ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹിമാംശോ വസുസ്ഥാനകേ ധാന്യലാഭ. വസുസ്ഥാനം ധനസ്ഥാനത്ത് വരുമ്പോൾ തനിക്ക് ധാന്യമുണ്ടാകും, ധനപരമായ അഭിവൃദ്ധി ഉണ്ടാകും. ശരീരേതി സൗഖ്യം വിലാസോങ്കനാണ്. അങ്കനകളുടെ സ്ത്രീകളുടെ വിലാസത്തിൽ തൻ സംതൃപ്തി കാണും, അതനുഭവിക്കും. കുടുംബേ രതിർ ജായതേ തസ്യ തുച്ഛ. അതുകൊണ്ട് തൻ്റെ കുടുംബം, താൻ ഭരിക്കപ്പെടേണ്ടുന്ന ആളുകൾ, തൻ്റെ ഭാര്യാസന്താനങ്ങളോടൊക്കെ താല്പര്യം കുറയും. വശം ദർശനേ യാതി ദേവാംഗനാഭി. ദേവസ്ത്രീയാണെങ്കിലും 2-ൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ തൻ്റെ അധീനതയിലാകുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഫാമിലിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ശ്രദ്ധിക്കണം. മീനം രാശിക്കാർക്ക് ഓരോ രീതിയിലുള്ള സ്വഭാവങ്ങളാണ്. അവിടെ വ്യാഴം സ്ത്രീരാശിയിൽ നിൽക്കുന്നു. വ്യാഴം ഒരു ആത്മീയ വിഷയത്തെ ഉണ്ടാക്കുന്ന ഗ്രഹമാണ്. ദൈവജ്ഞ എന്നൊരു ഫലം പറഞ്ഞ ഒരേ രാശിയാണ്. കർക്കിടക രാശിക്കാർക്കും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ അറിയുന്നവരാകുന്നു. ദൈവികമായ വിഷയം. പിന്നെ മറ്റൊരു ഗ്രഹം ആരാണ്? ഉത്രട്ടാതിയാണ്. അങ്ങേയറ്റം ആത്മീയമായ വിഷയങ്ങളോടുള്ള പ്രതിബദ്ധതയുള്ളൊരു നക്ഷത്രം. പിന്നീട് സെക്കൻഡുകൾ കൊണ്ട് കാര്യങ്ങൾ നേടുന്ന രേവതി നക്ഷത്രം. സ്ത്രീ രേവതി നക്ഷത്രമാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. രേവതിക്ക് 60 ശീലം എന്നാണ് പറയുക. പലപ്പോഴും ആ രേവതിക്കാരുടെ സ്വഭാവം മാറാൻ അധിക സമയമൊന്നും വേണ്ട. നിങ്ങൾ എത്ര രേവതി നക്ഷത്രക്കാരെ സ്ത്രീകളെ, ഭാര്യയെ സന്തോഷിപ്പിച്ചാലും ഇവരുടെ മുഖം അപ്രസന്നമാകാൻ അധിക സമയമൊന്നും വേണ്ട. ധാരാളം അനുഭവങ്ങളുള്ളതുകൊണ്ട് പറയുകയാണ്. അതിനാൽ എന്ത് ചെയ്യണം? ഈ നക്ഷത്രക്കാരെയൊക്കെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക. ഇപ്പോൾ 5 ഗ്രഹങ്ങൾ ഒരു രാശിയിലാണ്. ഏകസ്ഥൈ ചതുരാധിപിർ ബലയുദേഹി ജാത പൃഥക് വീര്യഗേഹി. 4-ൽ കൂടുതൽ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ ശക്തരായി വന്നാൽ സന്യാസ യോഗ. പക്ഷെ ആ യോഗമില്ല ഇവിടെ. എല്ലാ ഗ്രഹങ്ങൾക്കും സൂര്യൻ മൗഢ്യം കൊടുത്തു. പിന്നെ മീനൻ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ആരല്ല? സന്യാസ ഗ്രഹമല്ല. ശുക്ര, വീനസ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ്. അത് ഭൗതിക സുഖത്തിൻ്റെ ഗ്രഹമാണ്. അതിനാൽ സന്യാസ യോഗമൊന്നുമില്ല. ലൈഫ് അടിച്ചു പൊളിക്കുവാനുള്ള ഒരു അവസരം മീനൻ രാശിക്കാർക്ക് വരും. ധാരാളം സുഹൃത്തുക്കൾ, ഗേൾ ഫ്രണ്ട്സ്, അടിച്ചു പൊളിക്കുക, വാഹനത്തിൽ കറങ്ങുക, മെറ്റീരിയലിസ്റ്റ് ആകും. അതിനാൽ ഈ വാരമൊക്കെ അങ്ങനെ ധാരാളം അവസരങ്ങൾ വരട്ടെ. നല്ല ട്രിപ്പുകൾ ചെയ്യുക, യാത്രകൾ ചെയ്യുക. അത് ആത്മീയമായ സുഖത്തിൻ്റെ തീർത്ഥാടന യാത്രയാകില്ല, ഭൗതികമായ സുഖത്തിൻ്റെ യാത്രയാണ്. വെക്കേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ
നന്നായി ആസ്വദിക്കുക. മീനം രാശിക്കാർ ടൂ വീലർ കൊണ്ട് കളിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വാഹനാപകടം മുന്നിലുണ്ടാകും. അധോമുഖ രാശിയാണ്. ഏപ്രിൽ 13 വരെ വളരെ ശ്രദ്ധിക്കുക വാഹനങ്ങൾ. ഇവിടെ പ്രത്യേകിച്ച് വയറ് സംബന്ധമായ രോഗം ഞാൻ പറഞ്ഞു. മന്ത്രസ്ഥാനത്ത് ചൊവ്വയാണ്. ഭർത്താവിൻ്റെ ഭാര്യയുടെ ചില സൗഹൃദങ്ങൾ ശ്രദ്ധിക്കുക. അതിനാൽ ഐക്യമത്യ അർച്ചന ചെയ്യുന്നത് വളരെ ഗുണമായിരിക്കും. തിങ്കളാഴ്ച സോമവാരവ്രതം സ്ത്രീകൾക്കെടുക്കാം. തൻ്റെ ഭർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവനായി തൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന ചിന്തയോടുകൂടി എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.